ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. സുഭാഷിതം. മനുഷ്യ, നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? He has shown you, O man, what is good, and what does the Lord require of you, but to do justly, to love mercy, and to walk humbly with your God. മീഖായുടെ പ്രവചനം 6-ാം അധ്യായത്തിൽ ദൈവം ക്രൂരതയ്ക്കെതിരായും അജ്ഞതയ്ക്കെതിരായും അനീതിക്കെതിരായും വിഗ്രഹാരാധനയ്ക്കെതിരായും വ്യവഹരിക്കുന്നതായി കാണുന്നു. ദൈവം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മീഖ ആത്മാർത്ഥമായി അറിയാൻ ആഗ്രഹിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായി ഈ അധ്യായത്തിൽ കാണുന്നു. ഈ ചോദ്യങ്ങൾ 6-7 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു? ഹോമയാഗങ്ങളോ വഴിപാടുകളോ, അതോ എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? ഈ വക ചോദ്യങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന മറുപടിയാണ് 8-ാം വാക്യത്തിൽ നാം വായിച്ചത്. അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിന്, സകലവും സൃഷ്ടിച്ച സൃഷ്ടികർത്താവിന് മനുഷ്യന്റെ സമ്പത്തോ അവൻ കൊടുക്കുന്ന ദാനങ്ങളോ ദൈവത്തിന് ആവശ്യമില്ല. മനുഷ്യൻ ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ ദൈവം അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നാം വായിച്ച വാക്യത്തിൽ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 2 കാര്യങ്ങൾ നാം ലോകത്തിലായിരിക്കുമ്പോൾ മനുഷ്യരോട് ചെയ്യേണ്ട കാര്യങ്ങൾ. മൂന്നാമത്തത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും. ദൈവം മനുഷ്യനെ അവിടുത്തെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഗുണഗണങ്ങളും കൂടെ നൽകിയാണ് അവനെ ഭൂമിയിലാക്കിയത്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിലുള്ള ദരിദ്രന്റെ വ്യവഹാരത്തിൽ അവന്റെ ന്യായം മറിച്ചു കളയരുത്. കള്ളക്കാര്യം വിട്ട് അകന്നിരിക്ക. കുറ്റമില്ലാത്തവനെയും നീതിമാനെയും കൊല്ലരുത്. ഞാൻ ദുഷ്ടനെ നീതീകരിക്കയില്ലല്ലോ. ആവർത്തന പുസ്തകം 24-17 പറഞ്ഞിരിക്കുന്നു, പരദേശിയുടെയും അനാഥന്റെയും ന്യായം മറിച്ചു കളയരുത്. വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയുമരുത്. എക്കാലത്തുമുള്ള മനുഷ്യർ പ്രമാണിക്കേണ്ട കാര്യമാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. എന്താണ് നീതി എന്ന് മോശ ആവർത്തന പുസ്തകം 6-25 എഴുതിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം അവന്റെ മുൻപാകെ ഈ സകല കൽപ്പനകളും ആചരിപ്പാൻ തക്കവണ്ണം കാത്തുകൊള്ളുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കും. നമ്മെ ദൈവം എവിടെ ആക്കി വെച്ചിരിക്കുന്നുവോ അവിടെ നീതി പാലിക്കണം. എല്ലാവർക്കും അർഹമായത് ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുക. ദയയും കരുണയും സ്നേഹമുള്ളവർക്കാണ് അത് ചെയ്യുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനും അർഹതയില്ലാത്ത ദാനങ്ങൾ തന്ന് ദൈവം നമ്മെ നടത്തുകയും ചെയ്യുമ്പോൾ സഹോദരവർഗത്തോട് സ്നേഹവും ദയയും കരുണയും നാം നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കുലപാതകനാകുന്നു എന്നെഴുതിയിരിക്കുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. മീഖ പറഞ്ഞിരിക്കുന്ന 3-ാമത്തെ കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം എന്നുള്ളതാണ്. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നില്ല. 1 യോഹന്നാൻ 3:24 പറഞ്ഞിരിക്കുന്നത്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. സമർപ്പിക്കാം, പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എത്ര